ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്യാൻവാസ് ഇല്ലാണ്ട് എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്ത തുണി ഉണ്ടാവുമല്ലോ, ഏതളവാണോ വേണ്ട അളവിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഒരു പീസ് തുണിയും കൂടി വേണം. അതും ഇതുപോലെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക. അങ്ങനെ കൃത്യമായിട്ട് മടക്കിയിട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയും കൂടി വെച്ച് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പിൽ വരച്ച് കൊടുക്കാം. അതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഒരു ഒന്നോ അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ആ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അരികുവശം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. 3 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ തുണി വെച്ച് കൊടുക്കാം. തുണിയുടെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും അങ്ങനെ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കോർണറൊക്കെ വരുമ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തി പ്രഷർ ഫൂട്ട് പൊന്തിച്ച് വെച്ചതിന് ശേഷം തുണി തിരിച്ച് ചുളിവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് തുണിയുടെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ആണ് വെക്കേണ്ടത്. ആ കോർണറിലായിട്ട് പിന്നെ നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം കോർണറൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ തുണി ഇതുപോലെ വെച്ചിട്ട് പതിച്ച് അടിച്ചു കൊടുക്കുക. നല്ല തുണിയിൽ തട്ടാണ്ട് വേണം തയ്ച്ച് കൊടുക്കുക. അതിന് ശേഷം ആ തുണി ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം അരികിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ നെക്ക് ഇവിടെ റെഡിയായി. പിന്നെ നമ്മൾ ഉള്ളിൽ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.